ഗുഡ് മോർണിംഗ് US കാനഡ ആനന്ദ ന്യൂസിലേക്ക് സ്വാഗതം. ഡിമാൻഡുകളില്ലാതെ ചർച്ചയ്ക്ക് വരാൻ സെലൻസ്കിയെ ക്ഷണിച്ച് ട്രംപ്. ക്രിമിയയെ തിരിച്ചുപിടിക്കാനോ നാറ്റോയിൽ അംഗത്വമെടുക്കാനോ ഉള്ള സ്വപ്നങ്ങളില്ലാതെ ചർച്ചയ്ക്ക് വരണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടു. ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉക്രൈന് റഷ്യയുമായുള്ള സംഘർഷം ഉടൻ തന്നെ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് യുദ്ധം തുടരാം എന്നാണ് കുറിച്ചിരിക്കുന്നത്. ചില കാര്യങ്ങൾ ഒരിക്കലും മാറില്ല എന്നും ഉക്രൈനിയൻ പ്രസിഡന്റ് വാഷിംഗ്ടൺ സന്ദർശനത്തിന് മുന്നോടിയായി അദ്ദേഹം പറഞ്ഞു. തിങ്കളാഴ്ച സെലൻസ്കിയുമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും യൂറോപ്യൻ കമ്മീഷൻ മേധാവി ഉർസുല വോൺ ഡെർ ലെയനും എന്നിവരുൾപ്പെടെയുള്ള യൂറോപ്യൻ നേതാക്കളുടെ സംഘവുമായി ട്രംപ് ചർച്ച നടത്തുന്നുണ്ട്. ഉക്രൈന്റെ നാറ്റോ അംഗത്വ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് ട്രംപിന്റെ റഷ്യൻ അധിനിവേശ ക്രിമിയ തിരിച്ചുപിടിക്കുകയോ നാറ്റോയിൽ ചേരുകയോ ചെയ്യേണ്ട കാര്യമില്ലെന്നുള്ള പ്രസ്താവന. അത് എങ്ങനെ ആരംഭിച്ചു എന്ന് ഓർക്കണമെന്നും ക്രിമിയയെ 12 വർഷം മുമ്പ് ഒരു വെടിയുതിർക്കാതെ ഒബാമയ്ക്ക് തിരികെ നൽകാനാവില്ലെന്നും ഉക്രൈൻ നാറ്റോയിലേക്ക് പോകേണ്ടതില്ല എന്നും ചില കാര്യങ്ങൾ ഒരിക്കലും മാറില്ലെന്നും ഉക്രൈൻ പ്രസിഡന്റുമായി യൂറോപ്യൻ നേതാക്കളുമായി വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയുടെ തലേന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്തു. സമാധാനത്തിനായി റഷ്യയും ഉക്രൈനും വിട്ടുവീഴ്ചകൾ വരുത്തണമെന്ന് മാർക്കോ റൂബിയോ. സമാധാന കരാറിനായി റഷ്യയ്ക്കും ഉക്രൈനും വിട്ടുവീഴ്ചകൾ വരുത്തണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. പുടിനും ട്രംപും തമ്മിലുള്ള ചർച്ചകൾ പുരോഗതി കൈവരിച്ചു എന്നും പക്ഷേ വിയോജിപ്പുള്ള വലിയ മേഖലകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. 2022 റഷ്യ ഉക്രൈൻ ആക്രമിച്ചപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിന് സമാധാനപരമായ ഒരു പരിഹാരമുണ്ടാകണമെങ്കിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്നും ഞായറാഴ്ച മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾ ചെയ്യാത്തിടത്തോളം നിങ്ങൾക്ക് ഒരു സമാധാന കരാറിൽ എത്താൻ കഴിയില്ല, അതൊരു വസ്തുതയാണെന്നും ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത നയതന്ത്രജ്ഞൻ ഞായറാഴ്ച വാർത്താ മാധ്യമത്തോട് വ്യക്തമാക്കി. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് US. ലോക സമാധാനത്തിനായി സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ എപ്പോഴും ഇടപെടുന്നുണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള സ്ഥിതിഗതികൾ, കംബോഡിയയ്ക്കും തായ്ലൻഡിനും ഇടയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ രാജ്യാന്തര തലത്തിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്നിടത്തെല്ലാം US ശ്രദ്ധ നൽകുന്നുണ്ടെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ സാധ്യമാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഇന്ത്യ പാക് വിഷയം മാർക്കോ റൂബിയോ പരാമർശിച്ചത്. വെടിനിർത്തൽ സാധ്യമാകണമെങ്കിൽ ഇരുപക്ഷവും പരസ്പരം വെടിയുതിർക്കുന്നത് നിർത്തണമെന്നും എന്നാൽ റഷ്യ അതിന് സമ്മതിക്കുന്നില്ല എന്നും റൂബിയോ പറഞ്ഞു. 3.5 വർഷത്തോളമായി തുടരുന്ന യുദ്ധം പൊടുന്നനെ വെടിനിർത്തലിലേക്ക് എത്തിക്കുന്നതിൽ ഏറെ വെല്ലുവിളിയുണ്ട്. താൽക്കാലിക വെടിനിർത്തലിനേക്കാൾ ഭാവിയിലും സംഘർഷങ്ങൾ തടയാൻ സാധിക്കുന്ന സമാധാന കരാറാണ് ലക്ഷ്യമിടുന്നതെന്നും ചാനൽ പരിപാടിയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി. ഉക്രൈന് സുരക്ഷ നൽകാൻ USഉം യൂറോപ്പും അനുവദിച്ച് റഷ്യ. സമാധാന കരാറിന്റെ ഭാഗമായി USനും യൂറോപ്പിനും ഇനി ഉക്രൈന് ശക്തമായ സുരക്ഷ നൽകാൻ റഷ്യ സമ്മതിച്ചതായി റിപ്പോർട്ട്. ഒരു അംഗത്തിനെതിരെയുള്ള ആക്രമണം എല്ലാവർക്കുമെതിരെയുള്ള ആക്രമണമെന്ന നാറ്റോ ശൈലിയിൽ USനും യൂറോപ്പിനും യുക്രൈനും സുരക്ഷ നൽകാൻ കഴിയുമെന്നും ഇക്കാര്യം അലാസ്ക ഉച്ചകോടിയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിൻ സമ്മതിച്ചെന്നുമാണ് സൂചന. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫാണ് CNN-നോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. US പൗരത്വത്തിന് ഇനി കൃത്യമായ മാർഗനിർദ്ദേശം. US പൗരത്വത്തിന് അപേക്ഷിക്കുന്ന വിദേശ പൗരന്മാർക്ക് വേണ്ട സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാം ആയിരിക്കണം എന്നതിനെപ്പറ്റി കൃത്യമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ്. പൗരത്വം ലഭിക്കുന്നതിന് അപേക്ഷ നൽകുന്നവർക്ക് ഉയർന്ന ധാർമ്മിക മൂല്യം വേണമെന്നാണ് അധികൃതർ പറയുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങളും അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കുക, നികുതിയുമായി ബന്ധപ്പെട്ട കുടിശ്ശിക വരുത്തുക എന്നിവയെല്ലാം US പൗരത്വം ലഭിക്കുന്നതിന് തടസ്സമാണെന്നും പുതുക്കിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. വിദ്യാഭ്യാസ യോഗ്യത, ജോലി സ്ഥിരത എന്നിവയെല്ലാം പൗരത്വം ലഭിക്കുന്നതിന് സഹായകരമാകും. 2024 സാമ്പത്തിക വർഷത്തിൽ 8.18 ലക്ഷം വിദേശ പൗരന്മാരാണ് US പൗരത്വം നേടിയത്. ഇതിൽ മുന്നിൽ മെക്സിക്കൻ സ്വദേശികളാണ്. 1.07 ലക്ഷം പേർ മെക്സിക്കൻ പൗരത്വം ഉപേക്ഷിച്ച് US പൗരത്വം നേടി. 2ാം സ്ഥാനത്ത് ഇന്ത്യക്കാരാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 49,000-ലധികം ഇന്ത്യക്കാർ US പൗരത്വം നേടി. പലസ്തീൻ പൗരന്മാരുടെ വിസ അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചു. പലസ്തീൻ പൗരന്മാരുടെ വിസ താൽക്കാലികമായി നിർത്തിവെച്ച് അമേരിക്കയിൽ വൈദ്യ ചികിത്സ തേടാൻ പലസ്തീൻ പൗരന്മാർ എത്തുന്നു എന്ന തീവ്ര വലതുപക്ഷ ഇൻഫ്ലുവൻസറുടെ പരാതിയെ തുടർന്നാണ് നടപടി.
വംശഹത്യയും വംശീയ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം, ഭീകരാക്രമണങ്ങൾ ഉൾപ്പെട്ട വർഗീയ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന ലോറ റൂമിൻ്റേതാണ് പരാതി. അമേരിക്കയിൽ വൈദ്യചികിത്സ തേടാൻ പലസ്തീൻ പൗരന്മാർ എത്തുന്നുവെന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി പരാതിയും വിമർശനവും ഉന്നയിച്ചതിന് ശേഷമാണ് അമേരിക്ക ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മാർക്കോ റൂബിയോ നയിക്കുന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൻ്റേതാണ് തീരുമാനം. എക്സിലൂടെയാണ് നിർണായക വിവരം പങ്കുവച്ചത്. എയർ കാനഡ ഫ്ലൈറ്റ് അറ്റൻഡന്റുകൾ പണിമുടക്ക് തുടരുന്നു. എയർ കാനഡ ഫ്ലൈറ്റ് അറ്റൻഡന്റുകൾ ജോലിയിൽ കയറാനുള്ള ഉത്തരവ് ലംഘിച്ച് പണിമുടക്കിൽ തുടരുമെന്ന് കനേഡിയൻ യൂണിയൻ ഓഫ് പബ്ലിക് എംപ്ലോയീസ് വ്യക്തമാക്കി. അംഗങ്ങൾ പണിമുടക്കിൽ തുടരുമെന്നും ന്യായമായ കരാർ ചർച്ച ചെയ്യാൻ എയർ കാനഡയെ വീണ്ടും ക്ഷണിക്കുമെന്നും ജീവനക്കാരുടെ സംഘടന പ്രസ്താവനയിൽ വ്യക്തമാക്കി. 10,000 ഫ്ലൈറ്റ് അറ്റൻഡർമാരുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവിനെ തങ്ങൾ അംഗീകരിക്കില്ലെന്നും 70% സ്ത്രീകളാണെന്നും അവരെല്ലാം ജോലിക്ക് വരുമ്പോഴും മണിക്കൂറുകളോളം ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നുവെന്നും സംഘടന പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ പണിമുടക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ എയർ കാനഡയും കനേഡിയൻ സർക്കാർ വക്താവും പ്രതികരിച്ചില്ല. മോൺട്രിയൽ ആസ്ഥാനമായുള്ള എയർലൈൻ ഞായറാഴ്ച വൈകുന്നേരം മുതൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ പദ്ധതിയിട്ടതായും പ്രഖ്യാപിച്ചു. ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് ഏകദേശം 700 ദൈനംദിന വിമാന സർവീസുകളാണ് നിർത്തിവെച്ചത്. 1,00,000-ലധികം യാത്രക്കാരാണ് വിമാനങ്ങൾ ഇല്ലാതായതോടെ വലഞ്ഞത്. പോലീസിൽ അഴിച്ചുപണിയുമായി ട്രംപ് ഭരണകൂടം. ഡെമോക്രാറ്റുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ട്രംപ് ഭരണകൂടം വാഷിംഗ്ടണിലെ പോലീസിംഗിൽ പുനഃക്രമീകരിക്കുന്നു. ഫെഡറൽ നടപടികളുടെ ഭാഗമായി ട്രംപ് ഭരണകൂടം 3 സംസ്ഥാനങ്ങളിൽ നാഷണൽ ഗാർഡിലെ 100 കണക്കിന് അംഗങ്ങളെ രാജ്യ തലസ്ഥാനത്തേക്ക് വിന്യസിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി 300 മുതൽ 400 വരെ ഗാർഡ് സൈനികരെ വെസ്റ്റ് വെർജീനിയയിൽ വിന്യസിക്കും. സൗത്ത് കരോളിനയിൽ 200-ഉം ഒഹായോയിൽ 150 പേരെയും വരും ദിവസങ്ങളിൽ വിന്യസിക്കും. ഡൊണാൾഡ് ട്രംപിന്റെ ലോക്കൽ പോലീസ് സേനയെ ഫെഡറൽ ആക്കി 800ഓളം ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ നാഷണൽ ഗാർഡ് അംഗങ്ങളെ സജീവമാക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവിനെ തുടർന്ന് വ്യാപിച്ച ഫെഡറൽ നിയമപാലകരെയും നാഷണൽ ഗാർഡ് സൈനികരെയും എതിർത്തതിനെ തുടർന്നാണ് ശനിയാഴ്ച ഈ നീക്കങ്ങൾ പ്രഖ്യാപിച്ചത്. മോർണിംഗ് ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.